സ്വന്തം മകനോ മകളോ ഭാവിയിൽ ആരാകണമെന്ന് നമ്മുടെ ഏതെങ്കിലും ഒരു അച്ഛനോ അമ്മയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ആദ്യം കിട്ടുന്ന ഉത്തരം ഡോക്ടറാക്കണം എന്നായിരിക്കും. ഒരു ഡോക്ടറാവുക എന്നത് ജീവിത ലക്ഷ്യമായി കാണുന്ന ലക്ഷക്കണക്കിന് കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഡോക്ടറാവാനുള്ള ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ എൻട്രൻസ് പരീക്ഷയാണ്. അതിന് ഇന്ത്യയിലൊട്ടാകെ എല്ലാ സംസ്ഥാനങ്ങളുമായി നടത്തുന്ന അഖിലേന്ത്യാ എൻട്രൻസ് പരീക്ഷയാണ് NEET അഥവാ നാഷണൽ എലിജിബിലിറ്റി ആൻഡ് എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. നാഷണൽ എലിജിബിലിറ്റി ആൻഡ് എൻട്രൻസ് ടെസ്റ്റ് അഥവാ നീറ്റ് ടെസ്റ്റ് നടത്താൻ ചുമതലപ്പെട്ടത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അഥവാ NTA ആണ്. ഈ NTA എന്ന് പറയുന്നത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. അവരുടെ ഒരേ ഒരു ജോലി എന്ന് പറയുന്നത് ഈ അഖിലേന്ത്യാ പരീക്ഷകൾ നടത്തുക എന്നതാണ്. ഓരോ വർഷവും 25ഓളം അഖിലേന്ത്യാ പരീക്ഷകൾ അവർ നടത്താറുണ്ട്. ഇത്തവണത്തെ നീറ്റ് എക്സാം നടന്നത് മെയ് മാസം 5-ാം തീയതിയാണ്. ഈ പരീക്ഷ നടക്കുമ്പോൾ തന്നെ അതിനെപ്പറ്റി ഒരുപാട് പരാതികൾ വരികയുണ്ടായി. രാജസ്ഥാനിലെ ഒരു സെൻറ്ററിൽ ഹിന്ദി മീഡിയത്തിൽ പരീക്ഷ എഴുതാൻ വേണ്ടി അപേക്ഷ കൊടുത്ത കുട്ടികൾക്കെല്ലാം കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷ് മീഡിയത്തിലുള്ളതായിരുന്നു. പല സെൻറ്ററുകളിലും OMR ഷീറ്റ്, ഉത്തരം എഴുതാനുള്ള OMR ഷീറ്റ് കീറിയതായിരുന്നു. ചില സ്ഥലങ്ങളെല്ലാം അവർ കൃത്യമായ സമയക്രമമൊന്നും പാലിക്കുകയുണ്ടായില്ല. അങ്ങനെ പല പരാതികളും ഈ പരീക്ഷയെ പറ്റി ഉണ്ടാവുകയാണ്. എന്നാൽ NTA പറഞ്ഞത് അതെല്ലാം വളരെ സ്വാഭാവികമായ കാര്യമാണ് എന്ന് മാത്രമാണ് പറഞ്ഞത്. എന്നാൽ ഏറ്റവും ഗുരുതരമായ ആരോപണം ഉയർന്നു വന്നത് ബീഹാറിലായിരുന്നു. കാരണം അവിടെ ഒരു വിദ്യാർത്ഥി നൽകിയ രഹസ്യവിവരം അനുസരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മാഫിയ എന്ന് തന്നെ പറയാവുന്ന കുറച്ച് ആളുകൾ ചേർന്ന് കുറേ വിദ്യാർത്ഥികളിൽ നിന്നും 6 ലക്ഷവും അതിനു മുകളിലുള്ള തുക വാങ്ങി ക്വസ്റ്റ്യൻ പേപ്പർ അവർക്ക് നൽകിയെന്നാണ് ആരോപണം ഉയർന്നത്. എന്നാൽ ഇത്തരം ആരോപണം ഉയർന്നപ്പോൾ ഇതിനെല്ലാം തന്നെ തള്ളിക്കളയാനാണ് NDAയും അതിൻ്റെ ചുമതലയുള്ള വിദ്യാഭ്യാസ വകുപ്പും ശ്രമിച്ചത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ പത്രലേഖകരെ കണ്ടപ്പോൾ പറഞ്ഞത് ഈ കേൾക്കുന്നതെല്ലാം വെറും ആരോപണങ്ങൾ മാത്രമാണ്, ഒരു ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിട്ടില്ല എന്ന് പറയുകയുണ്ടായി. പക്ഷേ ഇതിനെപ്പറ്റി ഈ അറസ്റ്റും ഇതിനെ തുടർന്നുണ്ടായ കുറ്റസമ്മതവും എല്ലാം വന്നതോടുകൂടി പ്രതിപക്ഷ പാർട്ടികൾ ഇളവുകയുണ്ടായി. അവർ ശക്തമായി ഗവൺമെൻറ്റിനെതിരെ ആഞ്ഞടിക്കുകയുണ്ടായി. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം വിദ്യാർത്ഥി സംഘടനകൾ വളരെ ശക്തമായ സമരങ്ങൾ തുടങ്ങുകയുണ്ടായി. AISFഉം SFIയും മറ്റ് വിദ്യാർത്ഥി സംഘടനകളും എല്ലാം തന്നെ തെരുവിലിറങ്ങുകയും ഡൽഹിയിൽ തന്നെ വളരെ ശക്തമായ സമരം നടത്തുകയും ഉണ്ടായി. ഈ സമരങ്ങളെല്ലാം ഫലമായിട്ട് എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ മോഡി സർക്കാർ നിർബന്ധിതമാവുകയുണ്ടായി. ഈ ആരോപണത്തെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടി NDAയുടെ ചെയർമാനായ സുബോധ് കുമാർ സിംഗിനെ തന്നെ ചുമതലപ്പെടുത്തുകയുണ്ടായി. എന്ത് രസകരമായ അവസ്ഥയാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കുക. NDAക്കെതിരെയാണ് ആരോപണം വന്നത്. അതിനെപ്പറ്റി അന്വേഷിക്കാൻ അതിൻ്റെ ചെയർമാനെ തന്നെ അവർ നിയമിക്കുകയാണ് ആദ്യം ചെയ്തത്. എന്തായാലും അതെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ജൂൺ മാസം 4-ാം തീയതി നീറ്റിൻ്റെ റിസൾട്ട് പുറത്തു വന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു കൊടുങ്കാറ്റ് തുറന്നുവിട്ടതുപോലെ ഒരു അനുഭവമായിരുന്നു നീറ്റിൻ്റെ റിസൾട്ട് വന്നത്. കാരണം ചരിത്രത്തിൽ ആദ്യമായിട്ട് 1-ാം റാങ്ക് 720-ൽ 720 മാർക്കും നേടിയ 67 വിദ്യാർത്ഥികളുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ആകെ ഒരാൾക്ക് മാത്രമാണ് മുഴുവൻ മാർക്കും കിട്ടിയത്. അതിന് മുമ്പത്തെ വർഷം വരെ രണ്ട് ആളുകളാണ് അവർ മുഴുവൻ മാർക്കും കിട്ടിയില്ല, അവർ 1-ാം റാങ്ക് കിട്ടിയത്. പക്ഷേ ഇത്തവണ 67 വിദ്യാർത്ഥികൾക്ക് 720 മാർക്കും കിട്ടിയുണ്ടായി. എന്ന് മാത്രമല്ല 2 വിദ്യാർത്ഥികൾക്ക് 718-ഉം 719 മാർക്ക് കിട്ടിയുണ്ടായി. കാരണം ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. കാരണം നീറ്റ് പരീക്ഷയുടെ ഒരു ക്രമം നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കേണ്ട ആവശ്യമുണ്ട്. ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഇങ്ങനെ 3 സബ്ജക്റ്റുകളിലായിട്ട് 180 ചോദ്യമാണ് ഉള്ളത്. ആ 180 ചോദ്യത്തിന് ഒരു ചോദ്യത്തിന് ശരി ഉത്തരം നൽകിയാൽ 4 മാർക്ക് കിട്ടും. എന്നാൽ ഉത്തരം തെറ്റിയാൽ 1 മാർക്ക് കുറയുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു വിദ്യാർത്ഥി ഒരു ഉത്തരം തെറ്റിച്ച് കഴിഞ്ഞാൽ അവന് 4 മാർക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. കിട്ടാനുള്ള 4 മാർക്ക് ഇല്ലാതെ പോയി 1 മാർക്ക് നഷ്ടപ്പെടുകയും. ശരിക്കും അവൻ 5 മാർക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഒരു ഉത്തരമെങ്കിലും ഒരു കുട്ടി തെറ്റിച്ചുണ്ടെങ്കിൽ അവൻ ഒരിക്കലും 718-ഓ 19-ഓ കിട്ടില്ല. അവൻ 5ൻ്റെ ഗുണിതങ്ങളായുള്ള അത് മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഇത് വളരെ തരികിട എവിടെ നടന്നിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. എന്ന് മാത്രമല്ല കഴിഞ്ഞ വർഷം നടന്നതിൽ 700-ൽ കൂടുതൽ മാർക്ക് കിട്ടിയത് വെറും 312 വിദ്യാർത്ഥികൾക്കായിരുന്നു ആൾ ഇന്ത്യ തലത്തിൽ. പക്ഷേ ഇത്തവണ 2100 വിദ്യാർത്ഥികൾക്കാണ് 700-ൽ കൂടുതൽ മാർക്ക് കിട്ടിയത്. അപ്പോൾ വ്യാപകമായി ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയ്ക്ക് ഇടയായി എന്ന് സംശയിക്കാൻ പറ്റിയ ഒരു കാരണമായിരുന്നു ഈ കണക്കുകൾ. ഇങ്ങനെ ആരോപണങ്ങളെല്ലാം ഉയർന്നു വന്നപ്പോൾ ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി NDA പറഞ്ഞത് വളരെ വിചിത്രമായ ചില ന്യായങ്ങളായിരുന്നു. അവരാദ്യം പറഞ്ഞത് ഈ കുട്ടികൾക്ക് ഇങ്ങനെ 718-ഉം 19-ഒക്കെ വരാൻ കാരണം ചില സെൻറ്ററുകളിലെ വിദ്യാർത്ഥികൾക്ക് അവർ ഗ്രേസ് മാർക്ക് നൽകുകയുണ്ടായി, അതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയതെന്നാണ്. അതായത് ആ കുട്ടികൾക്ക് അവരുടെ നിശ്ചിത സമയം നൽകാൻ കഴിഞ്ഞില്ല പരീക്ഷ എഴുതാനുള്ള. അങ്ങനെയുള്ള കുട്ടികൾക്കുടെ പരാതി പരിഹരിക്കാൻ വേണ്ടി പിന്നീട് കുറച്ച് ഗ്രേസ് മാർക്ക് നൽകുകയുണ്ടായി, അതുകൊണ്ടാണ് ഈ 18-ഉം 19-ഉം വന്നതെന്നാണ് ഒരു ന്യായം അവർ പറഞ്ഞത്. അങ്ങനെ ഗ്രേസ് മാർക്ക് നൽകിയെന്ന് പറഞ്ഞത് 1563 വിദ്യാർത്ഥികൾക്ക് നൽകിയെന്നാണ് അവരുടെ കണക്ക് അവർ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇതിനെതിരെ പല ആളുകളും കോടതിയെ സമീപിക്കുകയുണ്ടായി. സുപ്രീം കോടതി തന്നെ ഈ വിഷയം ഏറ്റെടുക്കുകയുണ്ടായി. വളരെ ഗുരുതരമായ ആരോപണമാണെന്ന് പറഞ്ഞ് സുപ്രീം കോടതി പറഞ്ഞത് ഈ പരീക്ഷ നടത്തുന്നതിൽ 0.001% തെറ്റ് അല്ലെങ്കിൽ നെഗ്ലിജൻസ് ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടായിരുന്നെങ്കിൽ അത് ഗുരുതരമായ പ്രശ്നമാണ്,
അത് അന്വേഷിച്ച് കണ്ടുപിടിച്ചേ മതിയാകുന്നു. പ്രതിപക്ഷം ഗവൺമെന്റിനെ ഇതിൽ പ്രതികൂട്ടി നിർത്തുക മാത്രമല്ല, അവർ ആവശ്യപ്പെട്ടത് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം നടക്കണം ഈ ഒരു കാര്യത്തെപ്പറ്റി എന്നാണ്. പക്ഷേ ഗവൺമെൻറ് അത് സമ്മതിച്ചില്ല. അവർ ആദ്യം സുപ്രീം കോടതിയിൽ പറഞ്ഞു, ഗ്രേസ് മാർക്കിനെ പറ്റി പരാതി ഉണ്ടെങ്കിൽ ഞങ്ങളൊരു കാര്യം ചെയ്യാം, അത്രയും വിദ്യാർത്ഥികൾക്ക് 1563 വിദ്യാർത്ഥികൾക്ക് റീടെസ്റ്റ് നടത്താം, റീടെസ്റ്റ് നടത്തിയിട്ട് അവർക്ക് അതനുസരിച്ച് മാർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. ജൂൺ 23-ാം തീയതി റീടെസ്റ്റ് നടക്കുകയുണ്ടായി. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, 1563-ൽ വെറും 48% വിദ്യാർത്ഥികൾ ആ പരീക്ഷ റീടെസ്റ്റ് എഴുതുകയുണ്ടായി. എൻ.ഡി.എ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ റീടെസ്റ്റ് നടത്തുകയും അതിലുള്ള മാർക്ക് എടുക്കുകയും ചെയ്യാം, അപ്പം മാർക്ക് എടുക്കാത്തവർക്ക് ഗ്രേസ് മാർക്ക് ഇല്ലാത്ത മാർക്കായിരിക്കും കൺസിഡർ ചെയ്യുക എന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും അത് താൽക്കാലികമായ ഒരു മുടന്തൻ ന്യായം മാത്രമായിട്ടാണ് ഈ ഗ്രേസ് മാർക്ക് വന്നത്. മാത്രമല്ല എന്ത് മാനദണ്ഡത്തിൻ്റെ പുറത്താണ്, അതായത് എത്ര മാർക്കാണ് ഈ ഗ്രേസ് മാർക്ക് നൽകുന്നത്, അതിന് എന്ത് മാനദണ്ഡമാണെന്നതിനെ പറ്റിയുള്ള യാതൊരു മറുപടിയും എൻ.ഡി.എക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇതിനെപ്പറ്റി വളരെ ഗുരുതരമായ ആരോപണം ഉണ്ടായിരുന്നപ്പോൾ പലരും വിദ്യാർത്ഥികളടക്കം ആവശ്യപ്പെട്ടത് ഈ പരീക്ഷ ക്യാൻസൽ ചെയ്ത് വീണ്ടും പരീക്ഷ നടത്തണമെന്നതാണ്. എന്നാൽ അതിനിടയ്ക്ക് തന്നെ വേറെ ഗുരുതരമായൊരു സംഭവവികാസം ഉണ്ടായി. ഡോക്ടർമാരുടെ PGക്കും അതുപോലെ റിസർച്ച് ഫെലോസിന് വേണ്ടിയുള്ള നെറ്റ് പരീക്ഷ അത് നടന്നത് ജൂൺ മാസം 18-ാം തീയതിയായിരുന്നു. ആ 18-ാം തീയതി നടന്ന പരീക്ഷയെ പറ്റി അപ്പോൾ തന്നെ UGCക്ക് പരാതി കിട്ടുകയുണ്ടായി. കാരണം അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡാർക്ക് നെറ്റിലും ടെലഗ്രാമിലും പലയിടത്തും കാണുകയുണ്ടായി, പലരും അതിനെ വിൽക്കുകയുണ്ടായി. അങ്ങനെ ഒരു ആരോപണം സൈബർ സെക്യൂരിറ്റി സെല്ലും അതിനെ കൺഫേം ചെയ്യുകയുണ്ടായി. അതിനെ തുടർന്ന് ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം അവർ ആ പരീക്ഷ ക്യാൻസൽ ചെയ്തു. നിങ്ങൾ അറിയേണ്ട കാര്യം, നീറ്റ് പരീക്ഷ ക്യാൻസൽ ചെയ്തിട്ടില്ല, അതേസമയം നെറ്റ് പരീക്ഷ ക്യാൻസൽ ചെയ്യുകയും ചെയ്യും. ഒരു നീറ്റ് പരീക്ഷയ്ക്ക് ഒരു വിദ്യാർത്ഥി അടയ്ക്കേണ്ട ഫീസ് എന്ന് പറയുന്നത് 1700 രൂപയാണ്. അത് ജനറൽ ഇതിലുള്ള വിദ്യാർത്ഥി 1700 രൂപ അടയ്ക്കണം. OBC ഒക്കെ ഉള്ളവർ 1600 അടയ്ക്കണം. SC ST ഒക്കെ ഉള്ളവർ 1000 രൂപ അടയ്ക്കണം. അങ്ങനെ 24 ലക്ഷം കുട്ടികളാണ് ഈ പരീക്ഷ എഴുതുന്നത്. അപ്പോൾ അതായത് ഗവൺമെൻറ്റിന് ഏകദേശം 340 കോടി രൂപയാണ് ഒരു പരീക്ഷ കൊണ്ട് തന്നെ കിട്ടുന്നത്. അവർ ഇത്രയും പൈസ വിദ്യാർത്ഥികളിൽ നിന്ന് വാങ്ങുകയും മാത്രമല്ല വിദ്യാർത്ഥികൾ എന്തുമാത്രം കഷ്ടപ്പാടുകൾ സഹിക്കുകയാണ് ഇതിൽ പഠിക്കാൻ വേണ്ടി പോകുന്നതും അതിൻ്റെ ചിലവുകൾ, പിന്നെ യാത്രാ ചിലവുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ നെറ്റ് പരീക്ഷയ്ക്കാണെങ്കിൽ വളരെ ദൂരമുള്ള സെൻറ്ററുകളാണ് പലരും കിട്ടുന്നത്. 100 കിലോമീറ്റർ അപ്പുറം പോയാണ് സെൻറ്ററിൽ പലരും പരീക്ഷ എഴുതുന്നത്. അപ്പോൾ പലരും ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് പോയാണ് പരീക്ഷ ചെയ്യുന്നത്. അപ്പോൾ അവർക്കുണ്ടായ നഷ്ടങ്ങളും അവർക്കുണ്ടായ മാനസിക വിഷമങ്ങളെല്ലാം അത് ആരാണ് പരിഹരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടത്? ഇതിനാരാണ് മറുപടി പറയേണ്ടത്? ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം ഇങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല, ക്വസ്റ്റ്യൻ പേപ്പറൊന്നും ലീക്ക് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി ഒടുവിൽ സമ്മതിക്കുകയുണ്ടായി, ഇങ്ങനെ ലീക്ക് നടക്കുകയുണ്ടായി, അതിനെപ്പറ്റി നമ്മൾ അന്വേഷണം നടത്തുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് ആ അന്വേഷണം ഇപ്പോൾ CBIയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന സംസ്ഥാനങ്ങൾ പ്രധാനമായിട്ടും ബീഹാർ, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളാണ്. ഈ സംസ്ഥാനങ്ങളെല്ലാം ഭരിക്കുന്നത് BJPയോ BJPയുടെ സഖ്യകക്ഷികളോ ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സംസ്ഥാനങ്ങളിൽ മാത്രം ഇങ്ങനെ ലീക്ക് നടന്നത്? അത് നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നീറ്റ് പരീക്ഷ 2013-ലാണ് ആദ്യമായിട്ട് പരീക്ഷ തുടങ്ങിയത്. പക്ഷേ അന്ന് അതിനെതിരെ വിദ്യാർത്ഥികൾ കേസിന് പോവുകയും സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ 2013 അത് പരീക്ഷ ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. 2014-ലും 2015-ലും പരീക്ഷ നടക്കുകയുണ്ടായില്ല. അതിനുശേഷം 2016-ലാണ് നീറ്റ് പരീക്ഷ പിന്നെ നടന്നത്. അന്ന് അതൊക്കെ ചുമതല നടത്തുന്നത് CBSEക്കായിരുന്നു അതിൻ്റെ ചുമതല എന്ന് പറയുന്നത്. 2019 മുതലാണ് ആ പരീക്ഷയുടെ ചുമതല നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് നൽകുകയുണ്ടായത്. അതിനുവേണ്ടി മോഡി സർക്കാർ 2017-ൽ തന്നെ ബജറ്റിൽ പ്രഖ്യാപിച്ചു, ഞങ്ങൾ NDA എന്ന് പറയുന്ന പുതിയൊരു സംവിധാനം കൊണ്ടുവരും, ഒരൊറ്റ രാജ്യം ഒരൊറ്റ പരീക്ഷ എന്നായിരുന്നു അവരുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. അതിനെതിരെ പല സംസ്ഥാനങ്ങളും വളരെ ശക്തമായി എതിർക്കുകയുണ്ടായി. കാരണം പ്രത്യേകിച്ച് തമിഴ്നാട് അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ CBSE സിലബസ് അനുസരിച്ചാണ് ഈ നീറ്റ് പരീക്ഷ നടക്കുന്നത്. പക്ഷേ പല സംസ്ഥാനങ്ങളിലെയും സിലബസ് എന്ന് പറയുന്നത് CBSE സിലബസിനേക്കാളും വ്യത്യസ്തമാണ്. അഖിലേന്ത്യാ തരത്തിൽ ഈ പരീക്ഷ നടത്തുമ്പോൾ പലപ്പോഴും സംസ്ഥാന സിലബസിൽ പഠിക്കുന്ന കുട്ടികൾ പുറകിൽ പോകും. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഇതിലുണ്ടായിരുന്നു. അതിനെതിരെ വളരെ ശക്തമായ നിലപാടാണ് ആദ്യം മുതലേ തമിഴ്നാട് എടുത്തത്. ഇപ്പോൾ ഈ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീറ്റ് എന്ന് പറയുന്നത് ഒരു വലിയൊരു സ്കാം ആണെന്ന് ഞങ്ങൾ ആദ്യം മുതലേ പറയുകയുണ്ടായി, ഇപ്പോൾ അത് തെളിയിക്കുകയും ചെയ്യുകയുണ്ടായി. ശരിക്കും ഇത്രയും വലിയൊരു പരീക്ഷ, ഇത്രയും കുട്ടികളുടെ ജീവിതം വച്ച് കളിക്കുന്ന ഒരു പരീക്ഷ അഖിലേന്ത്യാ തലത്തിൽ നടത്തുന്നത് ഒരു ഏജൻസിയെ മാത്രം ഏൽപ്പിക്കുന്നത് വളരെ ആത്മഹത്യാപരമായ ഒരു നീക്കമായിരുന്നു. പക്ഷേ എല്ലാത്തിനെയും സംസ്ഥാനങ്ങളുടെ അധികാരം മുഴുവൻ കവർന്നെടുത്ത് എല്ലാ അധികാരവും കേന്ദ്രത്തിൽ കേന്ദ്രീകരിക്കുക എന്ന ഒരു നിലപാടാണ് 2014-ൽ അധികാരത്തിൽ വന്ന കാലം മുതൽ മോഡി സർക്കാർ ചെയ്തു വരുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയായിരുന്നു ഈ നീറ്റ് പരീക്ഷയും എന്ന് പറയുന്നത്. ഈ നീറ്റ് പരീക്ഷ എന്ന് പറയുന്നത് ഇപ്പോൾ പാസ്സാവണമെങ്കിൽ ഏതെങ്കിലും കോച്ചിങ് സെൻറ്ററിൽ പോയി അതിൻ്റെ മുമ്പ് നടന്ന പരീക്ഷകളുടെ ക്രമമെല്ലാം പഠിച്ച് ആ രീതിയിൽ ലക്ഷങ്ങൾ ചിലവാക്കി പഠിക്കുന്നവർക്ക് മാത്രമേ ഇന്ന് നീറ്റ് പരീക്ഷ പാസ്സാവാൻ കഴിയുകയുള്ളൂ. ഈവൻ 50 ലക്ഷം രൂപ വരെ ഈ പരീക്ഷ ജയിക്കാൻ വേണ്ടി ചിലവാക്കിയ ആൾക്കാരുണ്ട്. ഇന്ത്യ ഒട്ടാകെ 1 ലക്ഷത്തോളം സീറ്റുകളിലേക്ക് വേണ്ടിയാണ് നീറ്റ് പരീക്ഷ നടക്കുന്നത്. അതിൽ 56,000 സീറ്റുകൾ ഗവൺമെൻറ് കോളേജുകളിലെ സീറ്റുകളാണ്. അപ്പോൾ ഗവൺമെൻറ് കോളേജിൽ നിങ്ങൾക്കറിയാം സീറ്റുകൾക്ക് ഫീസ് വളരെ കുറവായിരിക്കും. പ്രൈവറ്റ് കോളേജിലാണെങ്കിലോ
അത് 50 ലക്ഷം മുതൽ 1 കോടി വരെ അവർ പേയ്മെൻറ്റ് സീറ്റുകൾ നൽകാറുണ്ട്. അപ്പോൾ ഇത്രയും പൈസ ചിലവാക്കാതെ ഗവൺമെൻറ് സ്കൂളിൽ കിട്ടാൻ വേണ്ടിയാണ് റാങ്ക് ലിസ്റ്റിൽ മുകളിൽ വരേണ്ടത് ആവശ്യം. മുമ്പൊക്കെ ആണെങ്കിൽ 720-ൽ 550 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഗവൺമെൻറ് കോളേജിൽ കിട്ടാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കഴിയുന്നില്ല. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള പരീക്ഷ തട്ടിപ്പുകൾ തന്നെയാണ്. ഗുജറാത്തിൽ നടന്ന ഈ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ തട്ടിപ്പ് 12 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നതെന്നാണ് അവർ പറയുന്നത്. അവിടെ ഒരു ട്യൂഷൻ സെൻറ്റർ നടത്തിയ ഒരാളെയാണ് ഇതിനെ അറസ്റ്റ് ചെയ്തത്. അവർ മെയിനായിട്ട് അതിൻ്റെ തലവൻ എന്ന് പറയുന്നത് ഒരു പരശുറാം റോയ് എന്ന് പറയുന്ന ഒരാളാണ് ഈ തട്ടിപ്പിൻ്റെ സൂത്രധാരൻ. അവിടെ ഒരു മാഫിയ പോലെയാണ് അവർ പ്രവർത്തിച്ചത്. അവർ പ്രവർത്തിച്ച ശൈലി വളരെ രസകരമായിരുന്നു. അതായത് കുട്ടികൾ OMR ഷീറ്റിൽ അവരുടെ ആൻസറുകൾ എഴുതാതെ വെറുതെ വിടും. ഒരു പരീക്ഷാ സെൻറ്ററിൽ ഈ റോയിയുടെ ഒരു അധ്യാപകനുണ്ട്. അയാൾ എന്ത് ചെയ്യും, പരീക്ഷാ സെൻറ്ററിൽ വെച്ച് ഈ ശരിയായ ഉത്തരങ്ങൾ അയാൾ തന്നെ പൂരിപ്പിച്ച് ആ വിദ്യാർത്ഥികൾക്ക് നല്ല മാർക്ക് മേടിച്ചു കൊടുക്കും. അങ്ങനെ ഒരു തട്ടിപ്പ് അവിടെ നടത്തുകയുണ്ടായി. അത് 12 കോടി രൂപയുടെ തട്ടിപ്പാണ് അവിടെ നടന്നതെന്നാണ് പറയുന്നത്. ഭാഗ്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അതൊരു ഹിന്ദു ആയിപ്പോയി. അയാളുടെ പേര് ഈ റോയ്ക്ക് പകരം വേറെ മുസൽമാനെങ്ങാനും വരുന്ന പേരെങ്കിൽ BJPക്കാർ IT സെല്ലും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഇതിനകം തന്നെ ഇതിനെ ഒരു ജിഹാദാക്കി മാറ്റുമായിരുന്നു. ഭാഗ്യത്തിന് അത് നടന്നില്ല എന്ന് തന്നെ പറയാം. എന്തായാലും ഈ പരീക്ഷ തട്ടിപ്പ് ഒരുപാട് പേരുടെ ജീവിതവും ഒരുപാട് കുട്ടികളുടെ ഭാവിയും വളരെ തുലാസിലാക്കിയിരിക്കുകയാണ്. ഇപ്പോഴും അതിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പരീക്ഷ റദ്ദാക്കില്ല എന്നാണ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജൂലൈ 4-ന് അവരുടെ അലോട്ട്മെൻറ്റ് തുടങ്ങാൻ പോവുകയാണ്. പക്ഷേ ഇതിനെതിരെ പലരും കേസിന് പോയിട്ടുണ്ട്. ഫിസിക്സ് വാല എന്ന് പറയുന്ന പ്രധാന വെബ്സൈറ്റിൻ്റെ തലവൻ സഹസ്ഥാപകൻ വരെ ഇതിനെതിരെ കേസിന് പോയിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരുടെയും കേസിൻ്റെ അന്തിമവിധി വന്നിട്ടില്ല. അപ്പോൾ സുപ്രീം കോടതി നാളെ ഒരുപക്ഷേ ഇത് റദ്ദാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റദ്ദാക്കി വീണ്ടും പരീക്ഷ നടത്തേണ്ടി വരും. അങ്ങനെയൊക്കെ ചെയ്താൽ കുട്ടികൾക്കുണ്ടാകുന്ന നഷ്ടം വളരെ ഭീമമായിരിക്കും. പക്ഷേ ഇതിനെല്ലാം അഴിമതി കാണിക്കാനുള്ളൊരു ചാകരയായി കണ്ടാണ് പലരും പെരുമാറിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് തെളിഞ്ഞു വരുന്ന കാര്യം. ഒടുവിൽ പറഞ്ഞ പോലെ ഇതിനെല്ലാം എതിരെ പ്രതിഷേധവും ഒക്കെയുമായിട്ട് സമരവും എല്ലാമായിട്ട് ഡൽഹി മുഴുവൻ ബഹളമായതിനു ശേഷമാണ് NDAയുടെ ഡയറക്ടറിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ തന്നെ മോഡി ഗവൺമെൻറ് തയ്യാറായത്. ഒരു താൽക്കാലിക ചുമതല ഒരാൾ കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ തൽക്കാലം. അപ്പോൾ ഇതിന് എത്ര ലാഘവത്തോടെയാണ് വിദ്യാഭ്യാസത്തെ കാണുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വിദ്യാഭ്യാസത്തെ മുഴുവൻ കാവ്യവൽക്കരിക്കുന്ന ഒരു പരിശ്രമം അവരുടെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെയാണ് ഒരു പരീക്ഷ നടത്തുന്നതിന് അതിൻ്റെതായ ചില ക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നതും ക്വസ്റ്റ്യൻ പേപ്പർ പാക്ക് ചെയ്യുന്നതും അത് പരീക്ഷ സെൻറ്ററിൽ എത്തിക്കുന്നതും എല്ലാം തന്നെ വളരെ മാനേജ്മെൻറ്റൽ തലത്തിൽ വളരെ രഹസ്യ സ്വഭാവത്തോടുകൂടി വളരെ അച്ചടക്കത്തോടുകൂടി നടക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ വന്ന റിപ്പോർട്ട്, ഈ അന്വേഷണ കമ്മീഷൻ നടത്തിയ ചില ഫൈൻഡിങ്സ് വളരെ സ്ട്രേഞ്ചാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് പരീക്ഷാ സെൻറ്ററിലേക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ടുപോയത് ഓട്ടോറിക്ഷയിലാണെന്നാണ് ചില പരീക്ഷാ സെൻറ്ററുകളിലേക്ക്. അപ്പോൾ എത്ര ലാഘവത്തോടെയാണ് അവരിതെല്ലാം കൈകാര്യം ചെയ്യുന്നത് ആലോചിച്ച് നോക്കുക. എങ്ങനെയാണ് ഈ പരീക്ഷാ പേപ്പർ ചോർന്നത്? കാരണം ഇതിൻ്റെ NDAക്ക് അകത്തുള്ള ഒരാളെങ്കിലും ഹെൽപ്പ് ഇല്ലാതെ എടുക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബാലറ്റ് പേപ്പർ സൂക്ഷിക്കുന്നതും ബാലറ്റ് പേപ്പർ കൊണ്ടുപോകുന്നതും എല്ലാം പോലീസ് പ്രൊട്ടക്ഷനിൽ അവരുടെ ചുമതലക്കാരുടെ എല്ലാം രീതിയിലാണ് കൊണ്ടുപോകുന്നത്. അതേ രീതിയിൽ തന്നെയാണ് പരീക്ഷ നടത്തേണ്ടത്. ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ടുപോവുകയും ബാങ്ക് ലോക്കറിലോ മറ്റോ സൂക്ഷിച്ചു വയ്ക്കുകയും പരീക്ഷാ ദിവസം മാത്രം പോലീസ് അകമ്പടിയോടുകൂടി സെൻറ്ററുകളിൽ എത്തിക്കുകയും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് എല്ലാത്തിനും വളരെ ശക്തമായൊരു സംവിധാനം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇത്രയും കാലമായിട്ടും NDAക്ക് അത് എന്തുകൊണ്ട് കഴിയുന്നില്ല? അപ്പോൾ അതൊരു വളരെ ഗുരുതരമായൊരു ചോദ്യചിഹ്നമാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അഥവാ NDA പറ്റിയുള്ള പരാതികൾ ഇതാദ്യമായിട്ടല്ല ഉയരുന്നത്. 2020 മുതൽ തന്നെ ഇവരെപ്പറ്റി ഒരുപാട് പരാതികൾ പല രൂപത്തിൽ ഉയരുകയുണ്ടായി. 2020 JEET റിസൾട്ട് വന്നപ്പോൾ വംശി സൂര്യവംശി എന്ന് പറയുന്ന ഒരു മധ്യപ്രദേശിലെ ഒരു കുട്ടിക്ക് വെറും 6 മാർക്ക് മാത്രമേ കിട്ടിയുള്ളൂ എന്നാണ് റിസൾട്ട് വന്നത്. ഇതിനെ തുടർന്ന് മാനസിക വിഷമം സഹിക്കാതെ ആ കുട്ടി ആത്മഹത്യ ചെയ്യുകയുണ്ടായി. തുടർന്ന് അതിൻ്റെ മാതാപിതാക്കൾ നൽകിയ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ആ കുട്ടിക്ക് 590 മാർക്ക് കിട്ടിയതായിട്ട് കണ്ടെത്തുകയുണ്ടായി. അപ്പോൾ ഗുരുതരമായൊരു തെറ്റാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു NDAക്ക് പറ്റിയൊരു തെറ്റ് മൂലം ഒരു കുട്ടിക്ക് ഒരു ജീവനാണ് നഷ്ടപ്പെടുകയുണ്ടായത്. ആസാമിലും 2020 ഇതേപോലെ ഒരു പരാതി എഴുതുകയുണ്ടായി. അവിടെ 1ാം റാങ്ക് കിട്ടിയ കുട്ടി ശരിക്കും പറഞ്ഞാൽ വേറൊരു കുറ്റിയെ വച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയാണ് 1ാം റാങ്ക് നേടിയത് എന്നൊരു പരാതി എഴുതുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെ പല പരാതികളും മുമ്പേ വരുന്നുണ്ടായി. മാത്രമല്ല നീറ്റ് പരീക്ഷ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സെൻറ്ററുകളും അതിൻ്റേതായ ഒരുപാട് ടൈറ്റ് കോമ്പറ്റീഷനും എല്ലാം വന്നതോടുകൂടി വിദ്യാർത്ഥികൾ കടുത്ത സമ്മർദ്ദത്തിലായി. രാജസ്ഥാനിലെ കോട്ട എന്ന് പറയുന്ന ഒരു ജില്ലയുണ്ട്. ഇതിൻ്റെ സെൻറ്ററായിട്ട്, അതായത് എൻട്രൻസ് ഈ നീറ്റ് പരീക്ഷയുടെയും നെറ്റ് പരീക്ഷയുടെയും എല്ലാം ട്രെയിനിങ്ങിൻ്റെ സെൻറ്ററായിട്ടാണ് ആ ഒരു രാജസ്ഥാനിലെ കോട്ട എന്ന സ്ഥലം പ്രവർത്തിക്കുന്നത്. അവിടെ 100 കണക്കിന് ഈ എൻട്രൻസ് ട്രെയിനിങ് ഈ കോച്ചിങ് സെൻറ്ററുകളുണ്ട്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ഫീസൊക്കെയാണ് അവർ ഈടാക്കുന്നത്. അവിടെ ഇതിനോടൊപ്പം തന്നെ രഹസ്യമായി ഇങ്ങനെ പരീക്ഷയിൽ പാസ്സാക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ നേടുന്ന മാഫിയകളും സജീവമാണ്. ഇത്തവണ തന്നെ ഈ റാങ്ക് ലിസ്റ്റിൽ വന്നതിൽ പ്രധാനപ്പെട്ട ഉയർന്ന റാങ്ക് 1ാം റാങ്ക് അടക്കമുള്ള റാങ്കുകൾ നേടിയത് പലതും ഈ കോട്ട എന്ന പ്രദേശത്തുള്ളവരായിരുന്നു.
അപ്പോൾ ഇതിനെപ്പറ്റിയും വളരെ ഗുരുതരമായ ഒരു അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതൊന്നും ആർക്കും അറിയാത്ത കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ നമ്മൾ ആലോചിച്ചു, ഈ നീറ്റ് പരീക്ഷയുടെ ഫലമായിട്ടുണ്ടായതാണ്, ഒരു സൈഡ് എഫക്റ്റ് പോലെയാണ് ഇതുപോലെയുള്ള ഒരു സംസ്കാരം. അതായത് കോച്ചിങ് സെൻ്ററുകൾ കേന്ദ്രീകരിച്ച് മാത്രം വിദ്യാഭ്യാസം നടക്കുന്ന ഒരു സംസ്കാരമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ഇപ്പോൾ തന്നെ കഴിഞ്ഞുപോയ നെറ്റ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളെ പറ്റി തന്നെ വളരെ ആക്ഷേപങ്ങൾ വരുന്നു. നിങ്ങളെല്ലാം അറിഞ്ഞ കാര്യമാണ്. എന്നാണ് രാംലല്ലയുടെ പ്രതിഷ്ഠ നടന്നത്? മഹാഭാരതത്തിൽ തല അറ്റുപോയിട്ടും അവസാനം വരെ യുദ്ധം കണ്ടത് ആരാണ് എന്ന് തുടങ്ങിയ വളരെ പരിഹാസ്യമായ ചോദ്യങ്ങൾ വരെ നെറ്റ് പരീക്ഷയ്ക്ക് വരികയുണ്ടായി. അപ്പോൾ വിദ്യാഭ്യാസത്തിന് എത്രത്തോളം പ്രാധാന്യമാണ് നമ്മുടെ സംഘീയ ഗവൺമെൻറ് കൊടുക്കുന്നതിൻ്റെ തെളിവാണ് ഇമാതിരി ഒരു നീക്കങ്ങളെന്ന് പറയുന്നത്. ശരിക്കും ഈ നീറ്റ് പരീക്ഷയുടെയും നെറ്റ് പരീക്ഷയുടെയും എല്ലാം ഫലങ്ങൾ ഇപ്പോൾ നമുക്ക് തെളിയിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ നാം ഓർക്കേണ്ട ഒരു കാര്യമുള്ളത് മധ്യപ്രദേശിൽ പണ്ട് നടന്ന വ്യാപം അഴിമതിയെ പറ്റിയാണ്. തൊഴിൽ പരീക്ഷയിൽ പാസ്സാവാൻ വേണ്ടി ഒരു വലിയൊരു മാഫിയ പ്രവർത്തിക്കുകയും ഒടുവിൽ ആ മാഫിയെ പറ്റിയുള്ള വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ആ വിവരങ്ങൾ വെളിയിൽ വരാതിരിക്കാൻ വേണ്ടി, പൂർണ്ണമായി വെളിയിൽ വരാതിരിക്കാൻ വേണ്ടി സാക്ഷികളടക്കം കൊന്നത് മൂലം ഏകദേശം 55ഓളം ആളുകളാണ് കൊല്ലപ്പെട്ടത് ആ വ്യാപം അഴിമതി മൂലം. അതിൻ്റെ ഒരു തുടർച്ച പോലെയാണ് ഇപ്പോൾ നീറ്റ് അഴിമതിയും വന്നിരിക്കുന്നത്. 2017 ബജറ്റ് പ്രസംഗത്തിലാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അഥവാ NTA എന്ന് പറയുന്ന ഒരു സംവിധാനം നിലവിൽ വന്നതായിട്ട് മോഡി സർക്കാർ പ്രഖ്യാപിച്ചു. ഈ സംവിധാനത്തിൽ അവർ പറഞ്ഞത് ഒരു ചെയർപേഴ്സൺ കാണും, ഒരു സെക്രട്ടറി കാണും, പിന്നെ 8 അതിലധികമോ മെമ്പർമാർ കാണും എന്നാണ് പറഞ്ഞത്. ആ മെമ്പർമാർ എന്ന് പറയുന്നത് വ്യാവസായിക മേഖലയിൽ നിന്നുള്ള, അല്ലെങ്കിൽ വ്യാവസായിക ബോഡികളിൽ നിന്നുള്ള പ്രതിനിധികളായിരിക്കും, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പ്രതിനിധികളായിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് ആ NDAയിലുള്ളതിൽ ഭൂരിപക്ഷവും BJPക്കാരോ RSS അനുഭാവികളോ അല്ലെങ്കിൽ അവരുടെ ആൾക്കാരോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം അവരുടെ കയ്യിൽ തന്നെയാണ്. NDA നടത്തുന്ന എന്ത് ക്രമക്കേടിനും ആത്യന്തികമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ വകുപ്പിനാണ്, വിദ്യാഭ്യാസ മന്ത്രിക്കുമാണ്. അതുകൊണ്ടാണ് പ്രതിപക്ഷ കക്ഷികൾ ഈ അഴിമതിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടത്. എന്നാൽ ആ ആവശ്യം ഇതുവരെ അംഗീകരിക്കാൻ മോഡി സർക്കാർ തയ്യാറായിട്ടില്ല.